വാപ്പയുടെ വാപ്പയമ്മീൻ്റെ മക്കളെവിടെ അങ്ങനെ ആലോചിക്കും. എന്നാൽ പാലം കിടക്കുമ്പോൾ ഓർമ്മയുള്ള ഏക മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സിറാത്ത് എങ്ങനെ നമ്മൾ ചുരുക്കി കൂട്ടിയാലും 50,000 കൊല്ലം ഉണ്ടാവുന്നതാണ്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് 50,000 വർഷമാണ്. നരകത്തിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ അനുഭവിക്കുന്ന ആൾ 50,000 കൊല്ലം കിടക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ സിറാത്ത് പാലം അവസാനത്തെ ആളും കയറിയിട്ടുള്ള പാലെടുത്തേക്കുക. അപ്പോൾ ചുരുക്കി കൂട്ടിയാൽ 50,000 കൊല്ലം ഉണ്ടാവും. അവസാനത്തെ മനുഷ്യനും നരകത്തിൽ നിന്ന് കയറുന്നത് വരെ പാലത്തിൻ്റെ അടുത്ത് ഓരോ മനുഷ്യനും കടന്നു പോകുമ്പോൾ അല്ലാഹുമ്മ സല്ലിം, പഠിച്ചവനെ ഓനെ കഴിച്ചിലാക്കുമെന്ന് മുഹമ്മദ് നബി പറയും സല്ലല്ലാഹു. ഒരിക്കൽ ഒരു സഹാബി വര്യൻ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ വന്നുകൊണ്ട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് മഹ്ശറയിൽ വെച്ചുകൊണ്ട് നിങ്ങളെ കണ്ടുമുട്ടണം. അതിനുവേണ്ടി ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത് നബിയേ? മഹ്ശറയിൽ നിനക്ക് നിങ്ങളെ കാണണം പറ്റൂല, കാണാതിരിക്കാൻ. അതുകൊണ്ട് ഞാൻ എവിടെ തരാം? നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹ്ശറയിലെ നന്മ തിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടാവും, അവിടെ ഞാൻ ഉണ്ടാവും. ആ സഹാബി ചോദിച്ചു, പൊന്നാര നബിയെ, നന്മ തിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത് നബിയേ? അതിൽ പറഞ്ഞു, ആ ഏട് തൂക്കണ ഒരു സ്ഥലമുണ്ട്, അവിടുന്ന് എന്തായാലും എന്നെ കാണും. ആ സഹാബി വര്യൻ ചോദിച്ചു, പൊന്നാര നബിയെ, നന്മ തിന്മകൾ എഴുതിയ ഏടുകൾ തൂക്കുന്ന മീസാനിന്റെ അടുക്കലും നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആളുകൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം വിതരണം ചെയ്യുന്ന കൗസർ എന്ന ഒരു ഹൗദുണ്ട്, ആ ഹൗദിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കാണാം. സഹാബി ചോദിച്ചു, പൊന്നാര നബിയെ, ഹൗദിന്റെ അടുത്തൊന്നും നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത് പ്രവാചകരേ? അതിൽ പറഞ്ഞു, സിറാത്ത് പാലത്തിന്റെ അടുക്കൽ വെച്ച് നിങ്ങൾ എന്നെ ഒരിക്കലും കാണാതെ പോകൂല, എല്ലാവരും കാണും. അവസാനത്തെ മനുഷ്യനും പാലം കിടക്കുന്നത് വരെ അല്ലാഹുമ്മ സല്ലിം സല്ലിം, പഠിച്ചോനെ ഓനെ രക്ഷപ്പെടുത്തി, അവനെ കഴിച്ചിലാക്ക് എന്ന് പറഞ്ഞിട്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാകുമെന്നാണ്. വാപ്പ നോക്കൂല, ഉമ്മ നോക്കൂല, മക്കള് മാതാപിതാക്കളെ നോക്കൂല, ഒക്കെ പാലം കടന്നതിൻ്റെ ശേഷം ആലോചിക്കും വാപ്പ എവിടെ, ഉമ്മ എവിടെയെന്ന്. പാലം കിടക്കുന്നതിന് മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഏക മനുഷ്യനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാന്ദർഭികമായി നമുക്ക് അല്പം മദ്ഹുൻ നബി പറഞ്ഞിട്ടേ വിഷയത്തിലേക്ക് വരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതന്നെയുള്ള വിഷയം എന്ന് പറയുന്നത്. വേറെന്ത് വിഷയ ലോകത്തുള്ളത്? പറഞ്ഞാൽ തീരാത്ത ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പറഞ്ഞാലും തീരൂല, എത്ര പറഞ്ഞാലും തീരൂല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കാൻ വായയിലെ ഉമിനീര് മാത്രം പഠിച്ചാൽ മതി എന്നാണ്. തൊള്ളേത തുപ്പലം മാത്രം പഠിച്ചാൽ മതി നബിനെ മനസ്സിലാക്കാൻ, വേറൊന്നും പഠിക്കണ്ടെന്നാണ്. ബഹുമാനപ്പെട്ട ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 6-ാമത്തെ വയസ്സിൽ മദീനയിലേക്ക് പോയി ഉമ്മയുടെ കൂടെ. മദീനയിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് അബവാ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഉമ്മ മരണപ്പെട്ടു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒട്ടകങ്ങൾ പോകുന്ന റൂട്ടിലാണ് അബവാ എന്ന് പറയുന്ന സ്ഥലം ഉള്ളത്. നാഷണൽ ഹൈവേയിലല്ല, റോഡല്ല, വണ്ടി പോണ റൂട്ടിലല്ല. അബവാ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് മരണപ്പെട്ടു. 6-ാമത്തെ വയസ്സിൽ ഒരു മകന് ഉമ്മാനെ മറവ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് മണൽക്കാടുകളിലൂടെയുള്ള യാത്ര, പൊടിപടലങ്ങൾ പറ്റിയിട്ട് നബിതങ്ങൾക്ക് ചെങ്കണ്ണ് രോഗം ബാധിച്ചു, ചോരർക്കം കണ്ണുക്ക്. തിരിച്ചു വന്ന് നോക്കുമ്പോൾ മക്കത്തെത്തിയപ്പോൾ മക്കാർ ആ സമയത്ത് ഒരു യോഗം വിളിച്ചു, രക്ഷിതാക്കളെ മീറ്റിംഗ്. എന്താ മീറ്റിംഗിലെ ചർച്ച? വാപ്പിയമ്മയില്ലാത്ത കുട്ടിയല്ലേ, നമ്മളങ്ങനെ എന്തെങ്കിലും കാട്ടിയാൽ പറ്റൂല, ഏറ്റവും കാര്യപ്പെട്ട ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണമെന്ന പോലെ തീരുമാനം. അന്ന് ആ നാട്ടില് ഹാരിസ് ബിനു കൽദ എന്ന പേരായിട്ടൊരു വൈദ്യൻ ഉണ്ടായിരുന്നു. അയാള് പൂർവ്വകാലത്ത് ഗ്രീക്കിൽ പോയി വൈദ്യം പഠിച്ചു വന്ന ഒരാളായിരുന്നു. ഏറ്റവും പുരാതനമായ വൈദ്യശാഖയാണ് ഗ്രീക്ക് വൈദ്യം എന്ന് പറയുന്നത്. ഇന്നത്തെ യുനാനിയാണത്, പഴയ ഗ്രീക്ക്. ഗ്രീക്കിൽ പോയി വൈദ്യം പഠിച്ചു വന്ന, ഗ്രീക്ക് വൈദ്യം അറിയാവുന്ന ഹാരിസ് ബിനു കൽദ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഫേമസ് ആയ ഡോക്ടറാണ്. കാണണമെങ്കിൽ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ 1 മാസം മുമ്പ് ബുക്ക് ചെയ്യണം എന്ന് പറയാം, എന്നാലിപ്പോൾ സംഗതി മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ ഡോക്ടറാണ്. അല്ലെങ്കിൽ മെഡിക്കൽ കോളേജാണ് എന്നൊക്കെ പറയാം. റഫറൻസ് ലെറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കുള്ളൂ. അതാണ് ഹാരിസ് ബിനു കൽദ. മൂപ്പരടുത്ത് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ദണ്ണം ചെങ്കണ്ണാണ് കൊണ്ടുപോകുന്നത് വലിയ ഡോക്ടറെടുത്തേക്ക്. കാരണം അങ്ങനെ പറ്റുള്ളൂ. വാപ്പിയമ്മ ഇല്ലാത്ത കുട്ടീനെ നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് നാട്ടുകാർ പറയില്ലേ. അതുകൊണ്ട് വലിയ ആശുപത്രി തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഹാരിസ് ബിനു കൽദയുടെ അടുക്കൽ കൊണ്ടുചെന്നു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വൈദ്യൻ ഒരു ഉയരത്തിൽ ഇങ്ങനെ കയറ്റി നിർത്തി, ഒരു ഉയരത്ത് കയറ്റി നിർത്തി. തല മുതൽ കാല് വരെ മൊത്തത്തിൽ ഇങ്ങനെ പരിശോധിച്ചു.
അവസാനം കുട്ടിയുടെ വായയിൽ നിന്ന് ഉമിനീരെടുത്തുകൊണ്ട് കണ്ണിൽ തേച്ച് കൊടുത്തതോടുകൂടി ചെങ്കണ്ണ് മാറി. നബി തങ്ങളെ മനസ്സിലാക്കാൻ തോനൊന്നും വേണ്ട, തൊള്ളേത്ത് തുപ്പല മാത്രം തിരിച്ചറിഞ്ഞാൽ മതി. ബാക്കിയുള്ളവർക്ക് അവിടെ നിൽക്കട്ടെ. 53-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നു. കൂടെ ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ട്. സൗർ പർവ്വതത്തിന്റെ ഗുഹയിൽ അവർ അഭയം പ്രാപിച്ചു. ഗുഹയിലേക്ക് കയറാൻ സമയത്ത് സിദ്ദീഖ് തങ്ങൾക്ക് തോന്നി, ഗുഹയിൽ വല്ല സർപ്പങ്ങളോ തേളുകളോ ഇഴജന്തുക്കളോ ക്ഷുദ്രജീവികളോ വിഷമുള്ള വസ്തുക്കളോ ഉണ്ടെങ്കിൽ നബി തങ്ങളെ കടിക്കാൻ ഇടവന്നാൽ പിന്നെ സിദ്ദീഖ് എന്തിനാ ജീവിച്ചിരിക്കണത് എന്ന് തോന്നി. അതുകൊണ്ട് നബി ഞങ്ങളവിടെ നിൽക്കി, ഞാനൊന്ന് പോയോക്കട്ടെ പറഞ്ഞു. അങ്ങനെ മൂപ്പരാദ്യം ഗുഹയിൽ കയറി. കയ്യിലുണ്ടായിരുന്ന തുണി കൊണ്ട് കീറിയെടുത്ത് ഗുഹക്കകത്തെ എല്ലാ മാളങ്ങളും അടച്ചു. അവസാനം ഒരു പൊത്ത് ബാക്കിയായപ്പോ കാലിന്റെ പെരുവിരൽ അതിലേക്ക് തിരികെ വെച്ചിട്ട് നബി തങ്ങളെ വിളിച്ചു. നബി അങ്ങോട്ട് വരികയായിരുന്നു. വിളിച്ചു. ക്ഷീണം കൊണ്ട്, ദിവസങ്ങളോളം ഉറങ്ങാത്തത് കൊണ്ട്, ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ആകെ തളർന്നു പോയ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സിദ്ദീഖിന്റെ മടിയിൽ തലവെച്ച് കിടന്നപ്പോ അറിയാതെ ഉറങ്ങിപ്പോയി. അള്ളാന്റെ റസൂലിനെ കാണണമെന്ന് കരുതി വന്ന സർപ്പം എല്ലാ ഓട്ടന്റെ അടുത്തും പോയി നോക്കുമ്പോ അടച്ചിട്ടുണ്ട്. അവസാനം ഒരു ദ്വാരം കണ്ടപ്പോ അതിൽ കാലിന്റെ പെരുവിരൽ കണ്ടപ്പോ ശക്തമായി ആഞ്ഞുകുത്തി. സിദ്ദീഖ് കാലെടുത്തില്ല. വേദന ശക്തമായപ്പോ അറിയാതെ കണ്ണിൽ നിന്ന് ഇറ്റ് വീണ 2 ഇറ്റ് കണ്ണുനീര് മുസ്തഫായ നബി തങ്ങളുടെ പൂമുഖത്ത് വീണപ്പോ അള്ളാന്റെ റസൂല് ഞെട്ടി ഉണർന്നുകൊണ്ട് ചോദിച്ചു, മാലക യാ സിദ്ദീഖ്,